ഈ ചെറുചിത്രം എല്ലാ സന്തോഷവന്മാരും സന്തോഷവതികളുമായ എല്ലാ എഞ്ചിനീയർമാർക്കും സമർപ്പിക്കുന്നു. പിന്നെ എല്ലാ സപ്ലൈക്കാർക്കും. ഈ ഹ്രസ്വചിത്രത്തിലെ കഥയും കഥാപാത്രങ്ങളും മറ്റു പല ചിത്രങ്ങളിലെ പോലെ തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇതൊക്കെ എന്ത് എന്റെ ജോണെ, റബ്ബറിനൊന്നും പഴയ പോലെ വിലയില്ല. പിന്നെ അണ്ടിയുടെ കാര്യം നിനക്കറിയാലോ. കിട്ടിയാ കിട്ടി. എന്നാ ശരി. ജസ്റ്റിൻ, ജസ്റ്റിൻ, ഇവിടെ വാടാ. ഇവിടെ ഇരിക്കേ. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഇട്ട ജെട്ടിയുടെ പേര് കാണിച്ചോണ്ട് നടക്കരുതെന്ന്. ഇത് ജോക്കിയാ ഡാഡി, ഇത് ഇങ്ങനെ ഇടുക. അവന്റെ ഒരു ജോക്കി കോലം കണ്ടില്ലേ? 24 മണിക്കൂറും ഇത് ചെവിട്ടിൽ തിരികെ നടക്കല അവന്റെ പണി. ഡാ, നിന്റെയൊക്കെ ഈ പ്രായത്തില് ഞാൻ അണ്ടിവർക്ക് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംഭവം ഡാഡി, നമുക്ക് അണ്ടിക്കച്ചവടാണേലും ആ വാക്ക് ഷോർട്ട് ചെയ്യാതെ കശുവണ്ടി തന്നെ പറഞ്ഞോടെ. നിനക്കിപ്പോ അണ്ടിന്ന് കേൾക്കുമ്പോ നാണക്കേടാണല്ലേ? ഡാഡി എന്താന്ന് വെച്ചാ പറ. എടാ, ഒരു ഉണക്ക അണ്ടിയിൽ നിന്നാണ് ഈ കാണുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡാ, ജീവിതം ചുമ്മാ കുതിര വിളിച്ച് കളയാനുള്ളതല്ല. പിന്നെ എത്ര എൻട്രൻസ് റാങ്ക് നിന്നെ നില ചേർക്കാൻ പോയപ്പോഴാ കണ്ടത്. എത്രയായിരുന്നു അത്? 62,397. ഓ, അത്രയ്ക്കൊക്കെ നീളുവോ? നിനക്ക് എഞ്ചിനീയറിംഗ് തന്നെ വേണോ, അതോ വേറെ വല്ലതും നോക്കണോ? വെറുതെ കാശ് കളയാനാണെങ്കിൽ നമുക്ക് വേറെ വല്ലതും നോക്കാം. +2 പഠിക്കുമ്പോ തന്നെ എഞ്ചിനീയറിംഗിന് വിടാന്ന് ഡാഡി പറഞ്ഞിരുന്ന തന്നെയല്ലേ. ഡാഡി 2 ലക്ഷത്തോളം പേര് എഴുതിയിട്ട് എനിക്ക് ഇത്രയിലും കിട്ടിയില്ലേ? അതെന്റെ ഒരു കഴിവല്ലേ? ഓ, അതൊക്കെ ശരി തന്നെ. പിന്നെന്താ ഇപ്പൊ ഒരു മാറ്റം? ഡാഡി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ എഞ്ചിനീയറിംഗ് അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഇനി എന്താ ചായ്ക്കോ. എന്നാൽ ഞാൻ പോട്ടെ, ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ പോവാണേ. നാളെ ക്ലാസ് തുടങ്ങും. പോണ പോക്ക് കണ്ടില്ലേ? ഇതിപ്പോൾ പാസിങ്ങിൽ നല്ലല്ലോ വന്നാൽ മതി. നമ്മുടെ ബാച്ചിൽ പഠിത്തം ഓള് പെമ്പിള്ളേർ നോക്കിക്കണടാ. അവൻ നോക്കട്ടാ, അവന്റെ പ്രായതല്ലേ. എന്താണ് അതിന്റെ പേര്? ജസ്റ്റിൻ. ഫുൾ നെയിം പറയടാ. ജസ്റ്റിൻ നെപ്പോളിയൻ. നെപ്പോളിയനോ? മുപ്പൊരു ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? അതിപ്പോ ഉപ്പായോ? ആളൊരു ഫ്രീഡം ഫൈറ്റർ അല്ലേ? ഫ്രീഡം ഫൈറ്ററാ? അതപ്പോ നമ്മുടെ വിഷയം. ഏതാ ബ്രാഞ്ച്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയടാ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതാണോ നിന്റെ മുടിയിലും താടിയിലും ഡെക്കറേഷൻ? ഈ ഡെക്കറേഷൻസ് ഒന്നും വേണ്ടാട്ടോ. ഇതൊക്കെ അടുത്ത പോലെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. നാളെ ഇതൊക്കെ വടിച്ചേച്ചങ്ങ് വന്നാ മതി. ഓ കർത്താവേ, ഫ്രീക്ക് ചെക്കന്മാരായിട്ട് പൊളിച്ചു നടക്കാൻ പറ്റുന്നേ. ഓ ഇങ്ങനെയാണോ? ഇതെന്തോന്നത്? ചെക്കന്മാരും ഇല്ല, ഒന്നുമില്ല. ഫുൾ ഓഫ് ലോക്കൽ പഠിപ്പീസ്. എന്തൊന്നമാര് വായിക്കണ വല്ല സിനിമ മംഗളം എന്താണോ? ഏയ് അയ്യോ.
Good morning. Good morning, sir. Sit down. So, let me introduce. എൻ്റെ പേര് പീതാംബരൻ. സോ എല്ലാവരും എഞ്ചിനീയർ ആവാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലേ. എഞ്ചിനീയറിംഗിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഇപ്പോൾ വരുന്ന തലമുറയാണെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയർ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. എന്താടോ കാണിക്കുന്നത്? എന്താടോ സർക്കസ് ആണ് കാണിക്കുന്നത്? നിങ്ങൾക്ക് കൂടി വേണ്ടില്ലേ ക്ലാസ് എടുക്കണേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. വന്നപാടെ വലിയ ആളാവാൻ നോക്കണ്ട കേട്ടോ. ആ അയ്യോ 8 മണി, ഇതിലല്ലേ ഇപ്പൊ 6 മണിന്ന് കണ്ട. ഒന്ന് തുറന്റെ കുറ്റി. എന്റെ അബ്ദുൾ പ്രസന്റ് സാർ. ജിഫി പ്രസന്റ് സാർ. ജോമോൻ എങ്ങോട്ടായി കയറി പോണേ? മുട്ടിട്ടൊക്കെ വന്നോടെ. അത് എന്താ നിന്റെ പേര്? ജസ്റ്റിൻ. ജസ്റ്റിൻ പോയിരി. നാളെ ലേറ്റായ വരണമെന്നില്ല. ഡാഡാ ഇവിടെ വന്നിരിക്കി. അങ്ങോട്ടൊന്നും പോണ്ട, ഇവിടെ ഇരുന്നോ. ഈ കൂറ്റന്റെ ഒപ്പം ഞാൻ ഇന്നലെ ഇരുന്നേ. ശ്രീജിത്ത്, ഞാൻ നീ ചെയ്ത ഫ്രാങ്ക്ലിൻ, അസീം. ഇന്നലെ തന്ന ഹോംവർക്ക് എല്ലാവരും ചെയ്തോ? ചോദിച്ചു. ചെയ്തോ? ചെയ്തോരെഴുന്നേറ്റ്. ഓ, ഇന്ന് തന്നെ തുടങ്ങിയില്ലേ? വേറെ ആരുമില്ല. പൊക്കോ പൊക്കോ, പുറത്തു പോക്കോ. Get out. Get out. Get out. Get out. ഗുഡ് ആഫ്റ്റർനൂൺ. സ്കൂളോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂണോ സിറ്റ് ഡൗണോ. സോ വി ക്യാൻ ഡയറക്ട്ലി എൻ്റർ ഇൻ ടു ദ ക്ലാസ്. വീക്കെൻഡ്സിൽ 2-3 ഷീറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. കറക്റ്റ് ടൈം സബ്മിറ്റ് ചെയ്യാതെ പിന്നെ എൻ്റെ അടുത്ത് ഇന്റേണൽസ് ചോദിച്ചിട്ട് വരരുത്. ശരി. നമുക്ക് മെയിനായിട്ട് 2 പ്ലെയിൻസ് ആണ് കൺസിഡർ ചെയ്യുക. വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും. എന്തോന്ന് വെർട്ടിക്കൽ പ്ലെയിൻ നമ്മൾ VP എന്ന് പറയും. എല്ലാറ്റും ഹൊറിസോണ്ടൽ പ്ലെയിൻ HP. നമ്മൾ ഫസ്റ്റ് ആംഗിൾ നിനക്കൊന്ന് പല്ലേ ചൂടറായ പിന്നെ ചളിയോ? പോടാ. ലോകത്തുള്ള എല്ലാവരും പല്ലും തേച്ചോണ്ടല്ലേ നടക്കുന്നത്. ഇവിടെ ആകെ സീൻ കോൺട്രായിട്ടിരിക്കുക. എന്തോരാ പഠിക്കാനുള്ളതെന്നറിയോ? ഈസി, ട്രിപ്പിളി, ഗ്രാഫിക്സ്, തേങ്ങ. എന്റെ അമ്മോ പെട്ട് പോയളിയാ, പെട്ടുപോയി. എഞ്ചിനീയറിംഗ് ഒന്നും വേണ്ടായിരുന്നു. ഓ പിന്നെ എല്ലായിടത്തും എഞ്ചിനീയറിംഗ് ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ നീ എന്താ വിചാരിച്ചേ കോളേജിൽ കയറി വരെ നീ എഞ്ചിനീയർ ആവുന്നു? ഫണ്ണി ബോ. പഠിപ്പി നിന്റെ. നീ എന്നല്ലേ എഞ്ചിനീയർ വേണമെന്ന് പറഞ്ഞ് കടന്ന് തൊള്ളുണ്ടായിരുന്നേ. പിന്നെന്താ ഇപ്പൊ എത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? എന്ത് ചെയ്യാനാ? ക്ലാസ്സിൽ ഫുള്ള് പഠിപ്പിച്ചള്. ആകെ ലോക്കലൊക്കെ വളിപ്പ. ഒക്കെ ഒരുമാതിരി കണക്കാ. ആകെ ബോറ്. എടാ ഒന്നിന്റെ അടുത്ത് മിണ്ടാൻ പോലും തോന്നണില്ല. ആകെ ചളികള്. ഇപ്പോഴോ? ഞാൻ അപ്പഴേ എന്നോട് പറഞ്ഞതല്ലേ എഞ്ചിനീയറിംഗ് താല്പര്യമുള്ളവർക്ക് പറ്റിയ പണിയാന്ന്. ഇനിയിപ്പോ എന്താ, അനുഭവിച്ചോ? നിനക്കെന്തും പറയാ, നീ ഡിഗ്രി അല്ലേ. അവിടെ എഞ്ചിനീയർമാരുടെ അത്ര പണിയൊന്നും ഇല്ലല്ലോ. ഇതാണ് കുഴപ്പം. എഡ്യൂക്കേഷൻ ഒരിക്കലും പുച്ഛിക്കരുതിട്ടാ. എല്ലാവർക്കും ഉള്ള പ്രശ്നം അത്. ഡിഗ്രിക്കൊന്നും പഠിക്കാനില്ല എന്നാ വിചാരം. ഒരു വർഷം എത്ര പേരാടെ എഞ്ചിനീയർ കഴിഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങി. ഫുൾ എഞ്ചിനീയേഴ്സ്. നടക്കാൻ പറ്റൂല. ഇനിയിപ്പോ പുറത്തെവിടെയെങ്കിലും പോവാന്ന് വെച്ചാലും അവിടെ ഉണ്ടാവും ഒരു മലയാളി മെക്കാനിക്കൽ എഞ്ചിനീയർ. പിന്നെ എന്റെ അത്ര മണ്ടത്തരൊന്നും ഞാൻ മതി വല്ലാതെ ധ്യാനഗുരു കളിക്കല്ലേ. ഞാൻ കാര്യം പറഞ്ഞുള്ളൂ. ആ അത് വിട്. മോനെ ജസ്റ്റിനെ, എന്താ നിന്റെ പ്രശ്നം? നീ പറ. എനിക്ക് ടെൻഷനിൽ നിന്ന് റിലീഫ് വേണം. ആ അത്രേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു പെണ്ണിനെ അങ്ങോട്ട് ലൈനടി. വേണ്ട മോനെ വേണ്ട. പ്രണയത്തിന് അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. ഏതൊരു വീരപ്പോയിലും ഒരിക്കൽ പ്രണയിച്ചിട്ടുണ്ട്. വീരപ്പമൊയില്ലയോ? അതാരാ? ആ അതെന്റെ അമ്മായിയുടെ മോനാ. കഴുത. ആ എന്തായാലും മെക്കല്ലേ, ഗേൾസ് ഒന്നുമില്ലല്ലോ. നീ വേറെ വല്ല ബ്രാഞ്ചും പോയി നോക്കിക്കൂട്. അതെന്താ ചായിക്കോ. പിന്നെ ഒരു ഉമ്മച്ചി കൂടി നോക്കിക്കോ. അതല്ലേ ഇപ്പത്തെ ട്രെൻഡ്. ഈ നിവിൻ പോലെ ആള് പുലിയാണ് ട്ടാ. ടിൻസാ പഠിപ്പി വന്നല്ല. എന്താടാ? എടാ എനിക്കൊരു പപ്സ് മേടിച്ചാടാ. പപ്സാ? ഇപ്പളാ? ആടാ ഒരെണ്ണം മേടിച്ചാടാ. വായോ ഇപ്പൊ വേണടാ, വാ പ്ലീസ് ഡാ. നാശം. ക്ലോസ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല.
ഡാ ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിരുന്ന മുട്ടയുടെ നിറം കറുപ്പാകണമെന്നില്ല. എടാ എനിക്കൊരു പപ്സ് കൂടി വേണ്ട. പപ്സാ നിനക്കും ബിരിയാണി വെച്ചേരടാ, ഞാൻ മേടിച്ചേരടാ. അപ്പൊ ഞാൻ വരണ്ടടാ. ആദ്യമായി മനസ്സിലാർദ്രതൻ നിഴലായൻ മനം കുളിരും വീണയേ രാഗമായി നിനക്കായി മീട്ടിയ വരികൾ ജീവനിൽ നിറയും സ്നേഹമായി. എന്തായി, കണ്ടുപിടിച്ചു ആരെങ്കിലും? ആ കോളേജിന്റെ ഫസ്റ്റ് ഇയർ ഗ്രൂപ്പിൽ നിന്ന് കണ്ടുപിടിച്ചു. റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, അവളെ ആക്സെപ്റ്റും ചെയ്തു. പക്ഷെ ഇതുവരെ ഓൺലൈനിൽ വന്നിട്ടില്ല. ഇനിയിപ്പൊ എന്താ പോടാ പൊട്ട, ഇതാണ് നിന്റെയൊക്കെ കുഴപ്പം. ഒക്കത്തിനൊരു എടുത്തുചാട്ടാ. കാത്തിരിക്ക്. ഒരു പെണ്ണിനെ വളയ്ക്കുമ്പോ വളരെ സൂക്ഷിക്കണം, എന്നാലേ ഫുള്ളായി വളയൂ. വളഞ്ഞങ്ങോട്ട് നിൽക്കൂ. കെയർഫുൾ ആയില്ലെങ്കിൽ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ആയി പോകും. തന്നെ നീയാൾ കൊള്ളാലോ. ഇതൊക്കെ എന്ത് അല്ല മുസ്തു എവിടെ എത്തിയ ഓ ജന്തു വന്നപാടെ കണ്ണാടിയിലേക്കാ പോണേ. അനക്കെന്താ നഷ്ടം? അന്നെക്കാട്ടിലും മൊഞ്ചിക്ക് കൂടി പോയത് എന്റെ തെറ്റുകൊണ്ടോ? അല്ല എന്തായി മോനെ, ഒരു പെണ്ണിനൊക്കെ ലൈൻ അടിക്കുന്നു പറഞ്ഞപ്പോഴേക്കും ടെൻഷനൊക്കെ മാറിയോ? കഷ്ടം, നീയൊക്കെയാണോ ഈ ന്യൂ ജനറേഷൻ? ഏടാ മോനെ, പ്രണയത്തിന് അങ്ങനെ ഓൾഡ് ജനറേഷൻ എന്നോ ന്യൂ ജനറേഷൻ എന്നോ ഒന്നുമില്ല. അത് എപ്പോഴും പൈങ്കിളിയാ. അതെനിക്ക് ഇഷ്ടായി. ഓ ശരി കാമുകന്മാരെ. ഓ ദേ മോളെണ്ടല്ലോ അവള്. നോക്കട്ടാ, അങ്ങോട്ട് മാറ്. നിനക്ക് പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യുമ്പോ ഒരു ആക്രാന്ത. അവിടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യണ്ടേ. എന്താടാ? എന്നാ ചെയ്യട്ടാ. ഓ വേണ്ട, മുസ്ലിം അല്ലേ ഞാനാണെങ്കിൽ ഒരു കൈ നോക്കാം. അവൾക്ക് അച്ഛനില്ലാത്രേ. അയ്യോ മുസ്ലിം കുട്ടി അപ്പൊ ഒരാൾ മിസ്സായി. മതി, ഫസ്റ്റ് ചാറ്റിംഗ് അല്ലേ, ഇത്ര മതി. ഇനി നീ പ്രപ്പോസിംഗ് ഒക്കെ കുറച്ച് സിനിമ കണ്ട് പഠിക്ക്. ഞാനിപ്പ വരാം, ബാത്റൂമിൽ ഒന്നോട്ടെ. നാളെ എനിക്ക് എക്സാം ഉണ്ടറാ. സാരല്ല, സീരിയസ് ടെസ്റ്റാ, വിഷയല്ല. ഓ പിന്നെ എന്താപ്പ സ്കൂളല്ലേ, എക്സാം ഒക്കെ എഴുതി മാർക്കൊക്കെ വാങ്ങി പഠിക്കാൻ ഒന്ന് പോടായിരുന്നു. അല്ലാ, നിന്റെ ഇപ്പോഴും ഇത്ര ടെക്സ്റ്റ് ഒക്കെ ഉണ്ടാ? നീ ഇപ്പഴെന്ത് സ്കൂൾ കുട്ടിയാ? അതൊക്കെ റെഫറൻസ് നോക്കാൻ അതെ. ഓ ഇനിയിപ്പൊ പ്രപ്പോസിംഗ് ഒക്കെ പഠിക്ക്. ഇനിയിപ്പൊ അവളെ ഓൺലൈൻ കണ്ട ഒന്നുകൂടെ ചാറ്റ് ചെയ്തേക്ക്. ഇയോട്ട് സമയം കളയണ്ട. എന്തായാലും അവളാരെങ്കിലും കൊത്തിക്കൊണ്ടുമ്പോഴേക്കും നീ നോക്കിക്കോ. അല്ല എന്താ അതിനകത്ത് പെറ്റടക്കുക? ദിനേശ, ഇത് എത്ര നേരായി? മൂത്രയിക്കാനല്ലേ കേറിയതാവോ? ശരിടാ, ഓക്കെ ഓക്കെ. എക്സാം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എന്ത് നോക്കാള്. അവള് വന്നിട്ടുണ്ടോണോ? എന്താ മച്ചാനെ, എക്സാം ഒക്കെ എങ്ങനെയായിരുന്നു? കൊഴപ്പില്ലടാ, എന്തൊക്കെയാ എന്റെ ഒക്കെ പോയി. എന്താ പറയാ, നീ നസ്നീനെ കണ്ടോ? ഓളെ ഞാൻ അവിടെ കണ്ടായിരുന്നു. ആ ഓടിച്ചോരത്തിന് അവിടെ പോയി നോക്ക്. ഓടിച്ചോരത്തില്ല, മാറി മാറി മാറി. പോണേ
അയ്യോ സോറി ശരി 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 സോറി വിടറ മാറാ മാറി സോറി ഈശോയെ ഈശോയെ അവളസ് പറയണേ അവളസ് പറയണേ അയ്യോ നാണക്കേട് അയ്യോ അമ്മേ ഇപ്പൊ നീച്ച് പൊക്കോളെ ഒന്നുമല്ല ജസ്റ്റ് സ്ലിപ്പായി വീണതാ. ഈ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിനെ കുറിച്ച് എന്താ അഭിപ്രായം? അത് നമ്മളൊരു HPVP കൺസിഡർ ചെയ്യാം, എന്നിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ VPയിലും ടോപ്പ് വ്യൂ HPയിലും കാണാം. പിന്നെ ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു. എന്താ ഞാൻ ഇങ്ങനെ ഒന്നും പറഞ്ഞു, ഞാൻ ആരോടും ഇങ്ങനെ പറഞ്ഞില്ല. ശരി ഞാൻ പോട്ടെ. ഒന്നും പറഞ്ഞില്ല. റിപ്ലൈ ഒന്നും പറഞ്ഞു. ഞങ്ങള് പറഞ്ഞുതരാടാ. ഏട്ടന്മാരെ എന്താ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വിശേഷങ്ങളൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞുതരടാ. നീ ഇങ്ങോട്ട് വാങ്ങട്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് എന്തൊക്കെയാ നിന്റെ വീട്ടിലെ വിശേഷങ്ങൾ? നെപ്പോളിനൊക്കെ സുഖമല്ലടാ. അവന്റെ ഒരു കോലം നോക്ക്. താടിയും മുടിയും എടുക്കാൻ പറഞ്ഞിട്ട് അവന് വയ്യ. അവന് ഫസ്റ്റ് ഇയർ തന്നെ ലൈൻ അടിക്കണം, അതും എന്റെ പെണ്ണിനെ. അയ്യോ എനിക്കും എനിക്ക് കാണിച്ചാടാ കുട്ടാ. എനിക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോണം. അവൻ വരുന്നുണ്ട്, എന്തായിന്നാവോ? ചെവി കേൾക്കാതെ പ്രശ്നമുണ്ട്. നിന്റെ ഒരു റിലീഫ് തന്ന വഴി അടി കിട്ടി മനുഷ്യന്റെ പണി ഇളകി. സീനിയേഴ്സ് മൊത്തം കൂടി വളഞ്ഞിട്ട് തല്ലിയില്ല തന്നെ. കാറ്റ് തെളിച്ചു പറ, എന്താ ഉണ്ടായ പട്ടികളെ. എടാ അവൾക്ക് വേറെ ലൈൻ ഉണ്ടാ. അത് ഞങ്ങളുടെ കോളേജിൽ ഒരു സീനിയറുമായിട്ട് അവന്റെ ടീംസും ചേർന്ന് ശരിക്ക് കൈകാര്യം ചെയ്തു. അതും നീ ചിരിക്കരുതട്ടോ, എനിക്ക് സഹിക്കണില്ല. എനിക്കറിയാം ഞാൻ എന്താ വേണ്ടെന്ന്. കോണത്തിലെ ചിരി ഞാൻ ശരിയാക്കി തരണ്ട്. ഈ പഠിപ്പ് ഓൺലി. അതെ എടാ അവള് പറഞ്ഞ ഫുള്ള് പൂളാടാ. അവൾക്കൊരു വാപ്പയുണ്ട്, ഒരു 6 അടി 2 ഇഞ്ചിൽ ഒരു 100 കിലോ വരും. മോനെ സൗദി ടീമാണ്. ഇടിച്ചമ്മോ നിങ്ങളൊക്കെ കൂടി ഇപ്പൊ കാണിച്ചു കൂട്ടി ഇപ്പൊ സമാധാനായില്ലടാ. എല്ലാം പോയി, തടിയും കേടായി, പെണ്ണും കിട്ടിയില്ല. സാരില്ല, വഴിയുണ്ട്. ഇനി എന്ത് വഴി? നമുക്കൊരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ നോക്കാം. കുഞ്ഞമ്മയുടെ മോളെ നോക്കാടാ നീ. ഇതെവിടെ പോയി? എന്താ ചെയ്യാ? സമയം ഒന്നും അറിയൂല. എഴുതാണ്ടിരുന്നാലോ? എല്ലാവരും സീറ്റ് നമ്പറൊക്കെ നോക്കിട്ടിരിക്കുക. പിന്നെ ഒന്ന് വേഗം കയറിക്കണം.
ശരിയാണ് അവിടെ വന്നിരിക്കണേ. നോട്ടം കണ്ടില്ലേ? മെയിൻ ഷീറ്റിൽ എല്ലാവരും ഹാൾ ടിക്കറ്റിൽ കൊടുത്ത പോലെ ഫിൽ ചെയ്യുക. ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലവും കണ്ടതാ. എനിക്ക് എല്ലാം പോയി. പോയി. ഡാഡാ ഇങ്ങ തന്നെ തന്നെ. ആഹാ ടെസ്റ്റ് മൊത്തം ഉണ്ടല്ലോ. മതി മതി താ പേപ്പർ വെച്ചിട്ട് പോ. എണീക്കടാ. സാർ ഇത് കറക്റ്റ് റോൾ നമ്പർ ഇല്ല. ഹലോ. ജെറി, ഞാൻ ജസ്റ്റിനാടാ. റിസൾട്ട് വന്നോ? എനിക്കിവിടെ നെറ്റ് കിട്ടുന്നില്ലടാ. നീ ഒന്ന് എന്റെ റിസൾട്ട് നോക്കിട്ടൊന്ന് പറയോ? എന്റെ രജിസ്ട്രേഷൻ നമ്പർ JYAMEME02. ഓക്കേടാ. ഓക്കെ വിളിച്ചിട്ട് വേഗം വിളിക്കട്ടോ. ഓക്കെ ശരി. ആശം പിടിക്കാം. ആവശ്യമുള്ള നേരത്തെ ഒരു സാധനം കിട്ടൂല. വിളിക്കണ്ടല്ലോ. ഹലോ. ആടാ നോക്കിയാ എന്തായി? നിനക്ക് 92 മാർക്സ് ഗ്രാഫിക്സില്. 92 മാർക്സ്. ഹലോ. എന്താടാ? ഞാനടാ. റിസൾട്ട് അറിയണ്ടേ നിനക്ക്? എന്ത് റിസൾട്ട്? ബാക്കിയുള്ള മാർക്സ് അറിയണ്ടേ? നീ എന്റെ റിസൾട്ട് അല്ലേ നോക്കിയേ? നിന്റെ തന്നെ, പക്ഷെ ഗ്രാഫിക്സ് പൊട്ടിയാ? ഗ്രാഫിക്സിൽ നീ തന്നെ ടോപ്പർ. പിന്നെന്താടാ? ബാക്കിയുള്ള പേപ്പറിന്റെ കാര്യമൊന്നും അറിയണ്ടേ? ബാക്കിയെല്ലാം പാസ്സായിട്ടുണ്ടാവും. അതൊന്നും എനിക്ക് പേടിയില്ല. ബാക്കിയുള്ള നീ പോയി. എന്ത്? ബാക്കിയെല്ലാം പോയി. 7 സപ്ലിയാണ്. കർത്താവേ, 7 പേപ്പറാ? നീ വെച്ചോ. ബിടെക്കാലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഇരുത്തം കണ്ടപ്പോഴേ മനസ്സിലായി. ബഡി എഞ്ചിനീയറാ? പിന്നല്ലാതെ. ഏതാ കോളേജ്? ഇവിടെ എവിടെയാണോ? ഞാൻ സേലത്താ പഠിച്ചത്. എന്താണെന്ന് അറിയാണ്ട് പോയി ചേർന്നതാ. ഏതാ ബ്രാഞ്ച്? മെക്ക? ഈസി. പേര് കേട്ടിട്ട് എടുത്തതാ. അവർ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പേരും പഠിപ്പിക്കാനുള്ളതും തമ്മിൽ യാതൊരു ബന്ധമില്ലാന്ന്. ഈ 4 കൊല്ലം എന്തായിട്ടും ചെയ്ത് എന്താ പറയാ, ആ ടൈമിൽ ലൈൻ അടിച്ചും സിനിമയ്ക്ക് പോയും ക്ലാസ് കട്ട് ചെയ്തും ഫുള്ളടിച്ചും പുകച്ചും അങ്ങനെ അടിയായി പിടിയായി സപ്ലിയായി. എന്നിട്ട് പണിയെല്ലാം കിട്ടിയ? പണിയൊക്കെ കിട്ടി. ചെറുത്. എവിടെ കിട്ടി? ബാംഗ്ലൂര് തരക്കേടില്ലാത്തൊരു ജോലി കിട്ടി. എന്നിട്ടിപ്പോ എന്താ ഇത്ര ടെൻഷനായിട്ടിന്?
സാലറി ഒരു കഷ്ടയാ, 13,000 ഓൺലി. പിന്നെന്താ? അതുകൊണ്ടൊക്കെ എന്താവാൻ. ഞങ്ങളുടെ പറമ്പിൽ തെങ്ങ് കയറാൻ ഒരു ഗോപാലാട്ടം വരുമായിരുന്നു. മൂപ്പർക്ക് ഒരു തെങ്ങ് കയറാൻ 40 രൂപയെങ്കിലും വേണം. അങ്ങനെ ഒരു ദിവസം 20 തെങ്ങെങ്കിലും കയറും. അപ്പൊ തന്നെ മൂപ്പർക്ക് ഒരു മാസം എത്ര കിട്ടും? തോറ്റ എഞ്ചിനീയർ. റിസൾട്ട് വന്നൂലേ? ആ സപ്ലൈ ഉണ്ടാ. എത്ര സപ്ലൈ ഉണ്ട്? 7. അയ്യോ. അതെ ഏട്ടാ, ഇതിപ്പോ തെങ്ങേറ്റ എങ്ങനെ എളുപ്പാണോ? ഞാൻ പോട്ടെ. ഞങ്ങൾ റിപ്ലൈ ഞങ്ങൾ പറയണ. ഒന്നുകൂടി ചെയ്യും. മെല്ലെ സ്ലോ മോഷനിൽ നടന്നോ. എല്ലാം പോയി.